വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 24 അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പമുണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധ വാരത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ ധ്യാനം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഏറ്റവും അനുഗ്രഹദായകമായി മാറണമേ. ഞങ്ങളെ ഉത്ഥാനത്തിൻ്റെ മക്കളാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അങ്ങയെ കണ്ടെത്തി, അങ്ങയെ സ്വന്തമാക്കി, അങ്ങയുടെ സാക്ഷികളായി മാറിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സാക്ഷികളാക്കി മാറ്റണമേ, ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഷാലോം TV-യുടെ പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ എല്ലാവരും ഈശോയുടെ ഉത്ഥാന തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണ്. നിങ്ങളൊക്കെ നോമ്പൊക്കെ നോക്കി വളരെ പ്രത്യാശയോടുകൂടി ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഉത്ഥാന തിരുനാളിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രത്യാശ നൽകുന്ന ഒന്നാണല്ലോ തിരുവുത്ഥാനം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം നമുക്ക് പ്രത്യാശ വളരെ കുറവുള്ള ഒരു വർഷമായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങിയ കോവിഡ് ഇതുവരെയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർന്നിട്ടില്ല. നമുക്കൊക്കെ നമ്മളുടേതായ ഒത്തിരി വേദനകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായി. ഒത്തിരി പേർക്ക് ജോലി പോയി, ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന അനേകരുണ്ട്. അതുപോലെ മാനസികമായിട്ട് വ്യഥ അനുഭവിച്ചവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞപ്പോൾ, മരിച്ചു പോയപ്പോൾ ആ മൃതസംസ്കാര ശുശ്രൂഷയിൽ പോലും പങ്കെടുക്കാനാവാതെ വേദനിച്ച കുടുംബങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി ഉണ്ട്. വിഷാദ രോഗത്തിലേക്ക് ആണ്ടുപോയ വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് ക്വാറന്റീനിലൊക്കെ ആയിരുന്ന സമയത്ത് ഒത്തിരി നിഷേധപരമായ ചിന്തകളിലൂടെ കടന്നുപോയി ഒത്തിരി നിരാശപ്പെട്ട് ജീവിച്ച സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ എന്ത് പ്രത്യാശയാണ് ഈ ഈസ്റ്റർ നമുക്ക് നൽകുക? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അത് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഒരു മനോഭാവം തന്നെയായിരുന്നു. അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഈശോ അവരെയെല്ലാം രക്ഷിക്കും, റോമാക്കാരെയെല്ലാം തോൽപ്പിക്കും, രാജ്യം വീണ്ടെടുക്കും, യഹൂദർക്ക് തല ഉയർത്തിപ്പിടിച്ച് യഹൂദരുടെ നാട്ടിൽ ജീവിക്കാനായിട്ട് സാധിക്കും, യഹൂദരുടെ രാജാവായി അവൻ മാറും. അങ്ങനെ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ എല്ലാം പോയി. കാരണം എന്താ? അവൻ ഒത്തിരി പ്രതീക്ഷ കൊടുത്തു, ഒത്തിരി ജനങ്ങളെല്ലാം സുഖപ്പെടുത്തി, 10,000-കണക്കിന് ആൾക്കാരോട് അവൻ വചനം പ്രഘോഷിച്ചു. പക്ഷേ റോമാക്കാരുടെ പടയാളികളെല്ലാം കൂടെ അവനെ പിടിച്ചു കൊണ്ടുപോയി വിചാരണ ചെയ്ത് കുരിശിൽ തറച്ചു കൊന്നു. 2 കള്ളന്മാരുടെ നടുവിൽ. എത്ര മാനമില്ലാത്ത ഒരു മരണത്തിന് അവൻ വിധേയനായി. നിരാശപ്പെട്ടിരിക്കുകയാണ് ഇവർ ശിഷ്യന്മാർ. 3 വർഷം അവൻ്റെ കൂടെ നടന്നവരാണ് ഈ ശിഷ്യന്മാരൊക്കെ, വലിയ പ്രതീക്ഷയോടുകൂടി. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ മരിച്ചുപോയി. അവരുടെ പ്രതീക്ഷകളെല്ലാം പോയി. അവരങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്. അവർ അങ്ങനെ നടക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നിരാശ തലേ കയറുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങും.
അവരിങ്ങനെ വാദപ്രതിവാദങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഈശോയും അവരുടെ കൂടെ കൂടുകയാണ്. അവരോട് കൂടെ ചേർന്ന് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഈശോയും അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ദൈവപുത്രന്റെ വരവിനെക്കുറിച്ച്, അവനിലൂടെ നേടേണ്ട രക്ഷയെക്കുറിച്ചെല്ലാം കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർ പതുക്കെ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. ഒടുവിൽ അപ്പം മുറിക്കുന്ന ശുശ്രൂഷയിലേക്ക് കടന്നു. കുർബാനയുടെ മഹോന്നതമായ അനുഭവത്തിലേക്ക് കടന്നപ്പോൾ അവിടുന്ന് ഈശോയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരെന്നിട്ട് ആ ഈശോ കൂടെ നടന്ന ആ സമയത്തെക്കുറിച്ച് ചിന്തിച്ച് പറയുന്നത് എന്താണ്? അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മളും ഈ കഴിഞ്ഞ ഒരു വർഷം തർക്കങ്ങളുടെയും ചിന്തകളുടെയും അന്തമില്ലാത്ത ചിന്തകളുടെയും ഒക്കെ ലോകത്തിൽ തന്നെയായിരുന്നു. ദുഃഖത്തിൻ്റെ ചിന്തകൾ, നിരാശയുടെ ചിന്തകളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയായിരുന്നു ദൈവമേ എന്ന് ചോദിച്ച് ദൈവത്തോട് കലഹിച്ച ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നീ എന്തി? ദി ആബ്സെൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അസാന്നിധ്യം. എന്തുകൊണ്ടാണ് നീ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യര് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ മരിക്കുമ്പോൾ നീ ഇടപെടാത്തത്? ഇതൊക്കെ ന്യായമായ ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും ഒന്നും മറുപടിയില്ല എന്നുള്ളതാണ് നമ്മുടെ മാനുഷികമായ ബുദ്ധിയുടെയും യുക്തിയുടെയും ഏറ്റവും വലിയ പരിമിതി എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾക്കെല്ലാം ഒന്നും അറിയത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണല്ലോ ഇത്. ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ തന്നെ വർഷങ്ങളെടുത്ത ബുദ്ധിയൊക്കെ മനുഷ്യൻ ഇപ്പോഴും ഉള്ളൂ എന്ന് നമ്മൾ എളിമയോടുകൂടി തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതി, ഇതൊന്നും ഒറ്റയടിക്ക് മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ദൈവം വെളിപ്പെടുത്തും, എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തും. ഓരോ ദുരന്തത്തെയും കുറിച്ചോ ഓരോ അവസ്ഥകളെയും കുറിച്ച്, നമ്മൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കും. ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവർക്ക്, അവിടുത്തെ നാമത്തിൽ വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്നു. ആ ഒരു വലിയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈശോ നടക്കുന്നുണ്ടായിരുന്നു. കൂടെ നടക്കുന്ന ഈശോയെ കണ്ടെത്തിയവർക്ക് വളരെ പ്രത്യാശയോടുകൂടി ഈ കാലഘട്ടത്തെ നേരിടാനായിട്ട് സാധിച്ചു എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കൂടെ നടക്കുന്ന ഈശോയെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ നടന്നതുപോലെ അവരുടെ കൂടെ നടന്ന ഈശോയെ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ഈ സാഹചര്യങ്ങളെയൊക്കെ വളരെ പ്രകാശമാനമായി നേരിടാനായിട്ട് സാധിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. എന്നോട് സമ്പൂർണ്ണ ബൈബിള് 2 ആവർത്തി വായിച്ചു, 3 ആവർത്തി വായിച്ചു എന്നൊക്കെ പറഞ്ഞ കുടുംബങ്ങളുണ്ട്. കുർബാന TV-യിൽ കണ്ടപ്പോൾ മെഴുകുതിരി കത്തിച്ചു വെച്ച് എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുർബാന പുസ്തകം കൈപ്പിടിച്ച് കുർബാന പങ്കെടുത്തു എന്ന് പറഞ്ഞ വ്യക്തികളുണ്ട്. അവർക്കൊക്കെ കൂടെ നടക്കുന്ന അനുഭവമായിരുന്നു. യാമപ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തെടുത്ത് കുടുംബമായിട്ട് ചൊല്ലിയെന്ന് പറഞ്ഞ കുടുംബങ്ങളുണ്ട്. അവർക്ക് കൂടെ നടക്കുന്ന ദൈവത്തെ കണ്ടെത്താനുള്ള വളരെ പ്രത്യേകമായ ഒരു സമയമായിരുന്നു ഈ കോവിഡ് കാലം. അതുകൊണ്ട് തന്നെ കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയുകയാണ് എൻ്റെ പ്രഥമമായ ആത്മീയതയെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഈ ഈസ്റ്ററിൽ ഈശോ ഉദ്ധാനം ചെയ്തെന്ന് പറയുമ്പോൾ അവനെ നിങ്ങൾ ഇനി കല്ലറയിലല്ല തേടേണ്ടത്, അവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിലല്ല തേടേണ്ടത്, മറിച്ച് അവൻ സർവകാലങ്ങളെയും സർവ സ്ഥലങ്ങളെയും കാലങ്ങളുടെയും സ്ഥലങ്ങളുടെയും സർവ പരിമിതികളെയും ഉല്ലംഘിച്ചുകൊണ്ട് അവൻ ഇന്ന് നിന്റെ കൂടെയുണ്ട്. എന്തൊരു വലിയ ആശ്വാസമാണത്. ലോകത്തെ സൃഷ്ടിച്ചവൻ നിന്റെ കൂടെയുണ്ട്. നീ ഏതവസ്ഥകളിലൂടെ കടന്നു പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു വിശ്വാസമാണ് ഉദ്ധാനത്തോടുള്ള ഏറ്റവും ആദ്യത്തെ പ്രതികരണം നമുക്കുണ്ടാവേണ്ടത്. കർത്താവ് നമ്മളോട് കൂടെ. ആ ഒരു അനുഭവത്തിൽ വളരാനായിട്ട് സാധിക്കുക. നമുക്ക് ചിലപ്പോഴെങ്കിലും ഈ കോവിഡ് കാലം വലിയ ഒരു ഇരുട്ടിൻ്റെ കാലമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. വിശ്വാസത്തിൻ്റെ ഒരു ഇരുണ്ട രാത്രി എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. ദൈവത്തിൻ്റെ അസാന്നിധ്യം ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ നിരന്തരമായ
കൂടെ നടക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള നിരന്തരമായ അവബോധം, അത് നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ സ്നേഹത്തിലേക്കും കൂടുതൽ ആശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും ഒക്കെ നയിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഈ ഉത്ഥാന തിരുനാളിൽ ദൈവ സാന്നിധ്യ അവബോധത്തിൽ വളരുന്നതാവട്ടെ നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. നമ്മുടെ ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയും, നമ്മുടെ ആത്മീയത അനുദിന ജീവിതത്തിൻ്റെ ഒരു ആത്മീയതയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, സ്വന്തം ശരീരം വൃത്തിയാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, ജോലി ചെയ്യുന്നു, അതുപോലെ എല്ലാവർക്കും ജീവിക്കാനും മാത്രമുള്ള സൗകര്യങ്ങൾ ഒരുക്കി വയ്ക്കുന്നു, അധ്വാനിക്കുന്നു, മാന്യമായി സംസാരിക്കുന്നു, ദേഷ്യം വന്നാലും നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കുന്നു, വഴക്ക് പിടിച്ചാലും പെട്ടെന്ന് തന്നെ ഇണങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഈശോയെ കണ്ടെത്താനായിട്ട് സാധിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീയതയാണ്. നമ്മൾ ആത്മീയത തേടി വളരെ വ്യത്യസ്തമായ, വളരെ വിശേഷപ്പെട്ട അനുഭവങ്ങളിലേക്ക് പോകണമെന്നില്ല. അനുദിന ജീവിതത്തിൻ്റെ ആത്മീയത ഉത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലമാണ്. അനുദിന ജീവിതത്തിൽ കൂടെ നടക്കുന്ന ഈശോ, ഇതാണ് ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം. നീ ഏതവസ്ഥയിലൂടെ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ നീ നടന്നു പോയാലും നീ ഭയപ്പെടേണ്ട, കാരണം കർത്താവാണ് എൻ്റെ ഇടയൻ. മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കത്തില്ല എന്ന് ഈശോ പറഞ്ഞിട്ടില്ല. നടക്കേണ്ടി വരും, ചിലപ്പോൾ വളരെ അസ്വസ്ഥമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നീ ജീവിക്കേണ്ടി വരും. പക്ഷെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ഉത്ഥാന തിരുനാളിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അവിടെ ദൈവ സാന്നിധ്യാവബോധത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മൾ ഒരുപക്ഷെ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും ഒരു പുസ്തകം, ഒരു സാധകൻ്റെ സഞ്ചാരം. റഷ്യയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണത്. ഈ സാധകൻ്റെ സഞ്ചാരത്തിൽ ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മകനോ മകളോ ഒരാളുണ്ടായിരുന്നു, മരിച്ചുപോയി. അങ്ങനെ വളരെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന, എല്ലാ ദിവസവും ഇദ്ദേഹം പള്ളിയിൽ പോകും. ഇതാണ് ആപ്പാട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം പൗലോസ്ലീഹായുടെ ലേഖനം വായിച്ചു, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ. അയാളുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത കടന്നു വരും, എങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാനയ്ക്ക് വരുമ്പം പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ അങ്ങ് പോകുന്നു, പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നു, പിന്നെ രാത്രി കിടക്കാൻ നേരം ഒന്ന് പ്രാർത്ഥിക്കും, പിന്നെയും രാവിലെ എഴുന്നേറ്റ് പള്ളി വരും. ഇങ്ങനെയൊക്കെ ചില നിശ്ചിത സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അദ്ദേഹം ഇങ്ങനെ ഗുരുക്കന്മാരെ തേടി പോവുകയാണ്. എങ്ങനെയാണ് നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്? ഓരോ ഗുരുവും അദ്ദേഹത്തിന് ഓരോ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ അതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അദ്ദേഹത്തിന് നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഇയാൾ നടന്ന് ദൂരെ എങ്ങാണ്ട് പോയി ഒരു ഗുരുവിനെ കണ്ടെത്തി. ഗുരുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്? പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക. ഉടനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വളരെ സിമ്പിളാണത്, വളരെ ലളിതമാണ്. ഈശോ പ്രാർത്ഥന ചൊല്ലിക്കോളാൻ പറഞ്ഞു. അതെന്താണ് ഈശോ പ്രാർത്ഥന? കർത്താവായ ഈശോയെ, ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കനിവുണ്ടാകണമേ. കർത്താവായ ഈശോയെ, ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കനിവുണ്ടാകണമേ. അത് 1000 പ്രാവശ്യം ചൊല്ലിക്കോളാൻ പറഞ്ഞു. ഇയാൾ സന്തോഷമായി. ഒരു ടെക്നിക്ക് പറഞ്ഞു കിട്ടി. അതും ബൈബിളിൽ തന്നെയുള്ള പ്രാർത്ഥനയാണ്. 1000 പ്രാവശ്യം ചൊല്ലണം. അല്ല, രാവിലെ മുതൽ എണ്ണി ചൊല്ലി. ആദ്യത്തെ ദിവസം വൈകുന്നേരമായി തീർന്നപ്പം, രണ്ടാമത്തെ ദിവസം ഇച്ചിരിയും കൂടെ എളുപ്പത്തിൽ 1000 പ്രാവശ്യം ചൊല്ലി. മൂന്നാമത്തെ ദിവസമായപ്പോൾ ഉച്ചയായപ്പോൾ തീർന്നു 1000. പിന്നെ കിടക്കുക, അടുത്ത ദിവസം മുഴുവൻ, അടുത്ത ദിവസത്തിൻ്റെ പകുതി മുഴുവൻ കിടക്കുക. അദ്ദേഹം വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും. ഗുരു പറയും, നീ 2000 പ്രാവശ്യം ചൊല്ലിക്കൊള്ളാം പറയും. അത്രയേ ഉള്ളൂ. അയാൾ 2000 പ്രാവശ്യം ചൊല്ലി. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അതും ഉച്ചയ്ക്ക് മുമ്പ് തീർന്ന് 2000. ഗുരു പറഞ്ഞു 4000 ചൊല്ലിക്കൂ. അതും തീർന്നു ഉച്ചയായപ്പോഴത്തേക്കും. ഗുരു പറഞ്ഞു 8000 ചൊല്ലിക്കോ, 16000 ചൊല്ലിക്കോ, 32000 ചൊല്ലിക്കോ. അങ്ങനെ കൂട്ടി കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ സാധു മനുഷ്യൻ, സാധകൻ, അയാൾ ഒരു കാര്യം കണ്ടെത്തുകയാണ്. അയാൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കർത്താവായ ഈശോയെ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പാപിയായ എൻ്റെ മേൽ കനിവുണ്ടാകണമേ. അങ്ങനെ അയാളുടെ ശ്വാസോച്ഛ്വാസത്തോടൊപ്പം ലയിച്ചു ചേരുന്ന ഒന്നായി പ്രാർത്ഥന മാറുകയാണ്. ആന്തരിക പ്രാർത്ഥന,
ദ മെൻ്റൽ പ്രെയർ, ജീസസ് പ്രെയർ എന്നൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു അനുഭവമായിട്ടത് മാറുകയാണ്. അയാൾക്ക് പ്രാർത്ഥന കുറച്ച് സമയത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് 24 മണിക്കൂർ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥനാനുഭവം. അതുകൊണ്ട് തന്നെ എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയുണ്ട്. തമ്പുരാനെ മറന്നിട്ട് അയാൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥ, ദൈവ സാന്നിധ്യ അവബോധം. ആ വലിയ സ്മരണയിൽ അദ്ദേഹം ശിഷ്ടകാലം മുഴുവൻ ജീവിക്കുകയാണ്. അതെന്തോ ഒരു വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. എപ്പോഴും ഈശോയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുക, കൂടെ നടക്കുന്ന ഈശോയെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന അനുഭവം. ആ ഒരു കാഴ്ചപ്പാടിൽ ഇയാളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ആ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളാണ് സാധകൻ്റെ സഞ്ചാരം എന്ന ആ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. ദൈവ സാന്നിധ്യ അവബോധം നമ്മുടെ ആത്മീയതയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പണ്ട് നമ്മുടെ സിസ്റ്റർമാർ നമ്മളെയൊക്കെ സുഹൃത ജപങ്ങൾ ചൊല്ലാനായിട്ട് പഠിപ്പിക്കുമായിരുന്നു. കൊച്ചു കൊച്ചു ജപങ്ങൾ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, അതുപോലെ തോമാസ് ശ്ലീഹായുടെ പ്രാർത്ഥന, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇതൊക്കെ കൊച്ചു കൊച്ചു ജപങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒരു പുസ്തകവും വേണ്ട, നമുക്കിത് കാണാപ്പാഠം പഠിക്കാം, എപ്പോൾ വേണേലും നമുക്ക് ചൊല്ലാം. അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറുമ്പോൾ ആ ഒരു വലിയ ദൈവിക അനുഭവം, ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവത്തിൽ കടന്നു പോവുകയാണ്. എനിക്കിനി കോവിഡ് വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും മരിക്കാൻ പോവുകയാണെങ്കിലും കുഴപ്പമില്ല, കർത്താവായ ഈശോയെ, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനാനുഭവത്തിൽ നിറഞ്ഞ് ആ ആത്മീയ അനുഭവത്തിൽ നിറഞ്ഞ് ജീവിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. വിശുദ്ധനായ ലോറൻസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോറൻസ് പുണ്യവാളൻ, അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു? ഗേറ്റ് അടയ്ക്കുകയും തുറക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി ഇതായിരുന്നു, ആശ്രമത്തിൻ്റെ ഗേറ്റ് അടയ്ക്കുക തുറക്കുക. അങ്ങനെ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ, അതുപോലെ അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങൾ കുക്ക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഭക്ഷണം പാചകം ചെയ്യുക, വീട്ടിലെ സാധാരണ ജോലി, ആശ്രമത്തിലെ സാധാരണ ജോലികൾ ചെയ്യുക. എന്നിട്ടും അദ്ദേഹം ഒരു വലിയ വിശുദ്ധനായിട്ട് മാറി. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഓരോ കൊച്ചു കൊച്ചു പ്രവൃത്തിയും അദ്ദേഹം ദൈവ സാന്നിധ്യ സ്മരണയോടുകൂടി നടത്തി എന്നുള്ളതാണ്. ആ ദൈവ സാന്നിധ്യ സ്മരണയിൽ വളരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഒത്തിരിയേറെ ദൈവത്തോട് ചേർന്ന് പോകാനായിട്ട് സാധിക്കും, നിരന്തരമായ അനുഭവമായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പ്രിയപ്പെട്ടവർ ഒത്തിരി ശാന്തമാകും. ദൈവത്തിൻ്റെ കരങ്ങളിലാണല്ലോ നമ്മൾ ഓരോരുത്തരും എന്ന ചിന്ത നമുക്ക് വരും. നമുക്കെപ്പോഴാണ് ഈ ആശങ്കകളും ആകുലതകളും ഒക്കെ ഉണ്ടാകുന്നത്? നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോഴാണ്. ആരും ഇല്ല കൂടെ, ഒറ്റയ്ക്കാണ്. മനുഷ്യനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ചിന്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെടലിൻ്റെ ചിന്തയാണ്. എനിക്കാരുമില്ല, എന്നെ ആർക്കും വേണ്ട എന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോഴാണ്. എന്നാൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിരന്തരം ഈശോയെക്കുറിച്ച് ഓർക്കുന്ന ഒരു വ്യക്തി, കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആനന്ദത്തിൻ്റെ അനുഭവമായിട്ട് മാറും ജീവിതത്തിലെ ഓരോ നിമിഷവും. കാരണം എന്താണ്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? കൂടെ നടക്കുന്ന ദൈവം, കൂടെയുള്ള ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഉദ്ധാന തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കൂടെ ദൈവമുണ്ടോ എന്നുള്ളത് നിരന്തരമായിട്ട് നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മൾ ഇത്രയും നാൾ പള്ളിയിലൊക്കെ പോയി കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നു, കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നു. ഓരോ ദിവസവും കഴിയും തോറും ഈ ദൈവിക അനുഭവത്തിൽ നമ്മൾ വളരുന്നുണ്ടോ? ആ സാധകൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ആകാംക്ഷ, എങ്ങനെയാണ് എനിക്ക് നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക? ആ രീതിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത എന്നെനിക്ക് തോന്നുകയാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈശോ ഇല്ലെന്ന് അവർക്ക് ഒരു അവബോധം ഉണ്ടായപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവർ മടങ്ങിപ്പോവുകയാണ്. ജെറുസലമിൽ നിന്ന് അവർ മടങ്ങിപ്പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അവർക്ക് അറിയത്തില്ല, അനിശ്ചിതത്വമാണ്. ഈശോ അവരുടെ ജീവിതത്തിന് ഒരു വലിയ അർത്ഥം കൊടുത്തിരുന്നു, ആ അർത്ഥം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം ഈശോ മരിച്ചുപോയി. അതുകൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. അവർ തർക്കിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തർക്കിക്കുകയാണ്. കാരണം അതൊരു വലിയ നിരാശയുടെ അനുഭവത്തിലേക്ക് പോവുകയാണ്. എന്നാൽ
ഈശോ അവരുടെ കൂടെ നടന്ന് അവർക്ക് പരിശുദ്ധ കുർബാന അവർക്കായിട്ട് പരികർമ്മം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഉത്ഥിതനായ ഈശോയെ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന അനുഭവം പരിശുദ്ധ കുർബാനയുടെ തന്നെയാണ്. നമ്മളത് തിരിച്ചറിയണം. കുർബാനയുടെ ഒരു വലിയ നന്മ നമുക്ക് ശാലോം ടി വിയിലും അതുപോലെ മറ്റ് ചാനലുകളിലും എല്ലാം ഓൺലൈൻ കുർബാനകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയും, ദേവാലയങ്ങളിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുന്ന ആ പതിവ് നമ്മൾ ആരംഭിക്കാനായിട്ട് സമയമായി. കാരണം അവിടെ ഈശോയെ കരങ്ങളിൽ സ്വീകരിച്ച് ഈശോയെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഉത്ഥിതനായ ഈശോയുടെ ആ ഒരു സാന്നിധ്യം അത് വേറെ എങ്ങൊന്നും കിട്ടുകയില്ല. അതൊരു സമൂഹമായി നമ്മളിവിടെ ഒരുമിച്ച് ചേർന്ന് അൾത്താരയിങ്കൽ നമ്മൾ സമ്മേളിച്ച് വൈദികനോടൊപ്പം ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ദൈവാനുഗ്രഹം, അത് കണ്ണുകൾ തുറക്കുന്ന അനുഭവമാണ്, ഹൃദയം ജ്വലിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ഉത്ഥിതനായ ഈശോയെ ഓരോ ദിവസവും നമുക്ക് നൽകുന്ന അനിർവചനീയമായ സമയം കൂടിയാണ്. കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്ത് ശക്തിയാണ് കുർബാന നമുക്ക് തരുന്നത്? ഓരോ ദിവസവും കുർബാന മുറിക്കപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ മുറിക്കപ്പെട്ടു കൊടുക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ഈശോ ഇന്നും നിൻ്റെ കൂടെയുണ്ട് എന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ ആ കുർബാനയുടെ അനുഭവം നഷ്ടപ്പെടുത്താതെ ഓരോ ദിവസവും കുർബാനയിൽ നിറഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ അനുഭവം നിറയുക. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കുർബാനയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് എന്താണ്? നമുക്കറിയില്ല എന്താണെന്ന്. ശരിക്കും ഒരു കുഞ്ഞപ്പം അത് അൾത്താരയിൽ മുറിക്കപ്പെടുന്നു, ഈശോയുടെ ശരീര രക്തങ്ങളായിട്ടത് മാറുന്നു. തെളിവെന്താ? ഒരു തെളിവുമില്ല. അതൊരു വിശ്വാസത്തിൻ്റെ തലമാണ്. അത് നമുക്കെല്ലാവർക്കും മുഴുവൻ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഈ കുർബാന എത്രയോ വർഷങ്ങളായിട്ട് അർപ്പിക്കുന്ന പുരോഹിതന് കുർബാന എന്താണെന്ന് മുഴുവൻ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും നമ്മൾ ആകർഷിക്കപ്പെടുകയാണ് പരിശുദ്ധ കുർബാനയിലേക്ക്. എവിടെ പരിശുദ്ധ കുർബാനയുണ്ടോ അവിടെ എല്ലാം ജനങ്ങളുണ്ട്. ലോകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം, എവിടെല്ലാം കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ദൈവജനമുണ്ട്. കുർബാന അർപ്പിക്കാൻ വൈദികരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഈ കുർബാനയുടെ ശക്തി എന്ന് പറയുന്നത് ഉത്ഥിതനായ ഈശോയുടെ ശക്തിയാണ്. അനുദിന ജീവിതത്തിൽ നിന്നെ തേടി വരുന്ന കർത്താവിൻ്റെ വലിയ ശക്തിയാണ്. കുർബാനയുടെ ശക്തി ഈ സ്നേഹത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ അതേ അനുഭവം നമുക്കും ഉണ്ടാവുകയാണ്. നമ്മുടെ കണ്ണുകളും തുറക്കപ്പെടുകയാണ്, നമുക്കും പല കാര്യങ്ങളും മനസ്സിലാവുകയാണ്, നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ജീവിതത്തെ പകുത്തു കൊടുക്കാനായിട്ട് ശക്തി കിട്ടുകയാണ്. കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി കുരിശെടുക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി യാഗമാകുവാനും നമ്മുടെ സഹനങ്ങളിലൂടെ മഹത്വത്തിൻ്റെ അനുഭവത്തെ കൊണ്ടുവരുവാനും ഒക്കെയുള്ള വലിയ കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഒരു രീതിയിൽ ഈശോയെ തേടുമ്പോൾ ഏത് പകർച്ചവ്യാധിയുടെ, ഏത് ദുരന്തത്തിൻ്റെ, ഏത് പ്രളയത്തിൻ്റെ അനുഭവമാണെങ്കിലും നമുക്ക് പ്രത്യാശയോടുകൂടി നടക്കാനായിട്ട് സാധിക്കും. സീക്കിംഗ് ജീസസ് ഇൻ ഹിസ് ആബ്സെൻസ്, ഈശോയെ തേടുന്നു, അവൻ്റെ അസാന്നിധ്യത്തിൽ ഈശോയെ തേടുന്ന വ്യക്തികളായിട്ട് നമ്മളും. പ്രകടമായിട്ട് അവനെ കാണുന്നില്ല, ശരിയാ. ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമേ നീ എവിടെ എന്നുള്ളൊരു ചോദ്യം വളരെ ന്യായമായിട്ടുണ്ടാകുന്നതാണ്. പ്രകടമായ ജീവിതത്തിൽ അവനെ കാണുന്നില്ലെങ്കിലും അവൻ കൂടെ നടപ്പുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യത്തിൽ നമ്മൾ അവനോട് കൂടി ആയിരിക്കുമ്പോൾ അത് പുതിയ ഒരു അനുഭവമായിട്ട്, പുതിയ അർത്ഥതലങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഭവമായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ നിരാശ ഉണ്ടാകുന്ന ഓർത്തോളുക, നമുക്ക് ഈശോയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈശോ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യത്തിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അവൻ കൂടെയുണ്ടെന്നും അവൻ ഏതവസ്ഥയിലും
നിന്നെ കൈവിടില്ലെന്നും അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും അവൻ നിന്നെ ഉള്ളംകൈയിൽ പരിപാലിക്കുന്നെന്നും അവൻ നിന്റെ ഇടയനാണെന്നും നിനക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നവനാണെന്നും എല്ലാം തിരിച്ചറിയുമ്പോൾ, ആ അവബോധത്തിൽ നമ്മൾ വളരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം, അത് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവം നമുക്ക് ഒരു വലിയ വിശ്വാസത്തിൻ്റെ അനുഭവമായിട്ട് മാറണം. കൂടെ നടക്കുന്ന ഈശോയിലുള്ള വലിയ വിശ്വാസം. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ നമുക്ക് തരുന്ന ജീവിത പാഠങ്ങൾ, അത് കൂടെ നടക്കുന്ന ഈശോ, ഏതവസ്ഥയിലും കൂടെ നടക്കുന്ന ഈശോ, ആ ഒരു വലിയ സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഈശോയെ നമുക്ക് കണ്ടെത്താം. അവിടുന്ന് അകലെങ്ങും പോയിട്ടില്ല. അവിടുത്തെ അസാന്നിധ്യമല്ല പ്രകടമായിട്ട് അവിടുത്തെ കാണുന്നില്ലെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നിന്നെ സ്നേഹിക്കുന്നവൻ ശക്തനായി സന്നിഹിതനാണ് എന്നുള്ളൊരു അവബോധം കുർബാനയിലേക്ക് നമ്മളെ നയിക്കും. കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.